രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിലായി നടക്കും. കേരളം ഏപ്രിൽ 26-ന് വിധിയെഴുതും. ജൂൺ 4-നാണ് ഫലപ്രഖ്യാപനം. തെരഞ്ഞെടുപ്പ് കാലം രാജ്യത്തിന്റെ അഭിമാനമെന്നതാണ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുദ്രാവാക്യം. ഏപ്രിൽ 19 മുതലാണ് തെരഞ്ഞെടുപ്പ് ആരംഭിക്കുക. ഏപ്രിൽ 26-ന് 2ാം ഘട്ടവും മെയ് 7-ന് 3ാം ഘട്ടവും 13-ന് 4ാം ഘട്ടവും 20-ന് 5ാം ഘട്ടവും 25-ന് 6ാം ഘട്ടവും ജൂൺ 1-ന് 7ാം ഘട്ടവും വോട്ടെടുപ്പ് നടക്കും. കേരളത്തിൽ 2ാം ഘട്ടമായ ഏപ്രിൽ 26-നാണ് വോട്ടിംഗ്. ജൂൺ 4-ന് വോട്ടെണ്ണൽ നടക്കും. ഈ മാസം 28-ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കും. ഏപ്രിൽ 4 വരെ പത്രിക സമർപ്പിക്കാം. 5-ന് സൂക്ഷ്മ പരിശോധന നടക്കും. 8 വരെ പത്രിക പിൻവലിക്കാൻ കഴിയും. ആന്ധ്ര, ഒഡീഷ, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളും പ്രഖ്യാപിച്ചു. ആന്ധ്രയിൽ മെയ് 13-നും സിക്കിമിലും അരുണാചൽ പ്രദേശിലും ഏപ്രിൽ 19-നും ഒഡീഷയിൽ മെയ് 13-നുമാണ് വോട്ടെടുപ്പ്. കൂടാതെ രാജ്യത്തെ 26 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബീഹാർ, ഗുജറാത്ത്, ഹരിയാന, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഡൽഹി വിജ്ഞാൻ ഭവനിലെ വാർത്താസമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് തീയതികൾ പ്രഖ്യാപിച്ചത്. 4 जून को काउंटिंग होगी. दिस विल लुक लाइक दिस. ये जो येलो पोर्शन है ये ऐसा दिखाई देगा. तो इसमें फेज 1 का जो मैप है, नॉर्थ ईस्ट नीचे तमिलनाडु, राजस्थान, सेंटर में छत्तीसगढ़, मध्य प्रदेश और उत्तराखंड, और ऊपर में जम्मू कश्मीर की 1 पार्लियामेंट्री कॉन्स्टिट्यूंसी. सेकंड फेज notification will start on 28th of March and date of poll will be 26th of April. So this is the map which would be phase 2, जिसमें हम नॉर्थ ईस्ट में काफी जगह चुनाव को कंप्लीट करते हुए, तमिलनाडु में कंप्लीट करते हुए, Phase 3 would be from 12th of April and date of poll will be 7th of May. इसमें भी टोटल 12 स्टेट्स उस समय में जा रही होंगी. फोर्थ फेज में 18th अप्रैल को गजट नोटिफिकेशन होगा और डेट ऑफ पोलिंग वुड बी 13th of May. Date of counting in the entire country would be 4th of June for all by-elections, for the assembly elections, for the parliamentary elections. 543 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആകെ 96.8 കോടി വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. ഇതിൽ 49.7 കോടി പുരുഷ വോട്ടർമാരും 47.1 കോടി സ്ത്രീ വോട്ടർമാരുമാണുള്ളത്. 48,000 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഇത്തവണയുണ്ട്. 19.75 കോടി പേർ യുവ വോട്ടർമാരാണ്. 1.8 കോടി കന്നി വോട്ടർമാരുണ്ട്. ഇവരിൽ 85 ലക്ഷം സ്ത്രീ വോട്ടർമാരാണ്. 10.5 ലക്ഷം പോളിംഗ് ബൂത്തുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ബൂത്തുകളിൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കുടിവെള്ളം, ശൗചാലയം, വീൽചെയർ, മെഡിക്കൽ സൗകര്യങ്ങൾ തുടങ്ങിയവ പോളിംഗ് ബൂത്തിൽ സജ്ജമാക്കും. രാജ്യത്തെ 85 വയസ്സിന് മുകളിലുള്ള വോട്ടർമാർക്കും 40% വൈകല്യമുള്ളവർക്കും വീട്ടിലിരുന്ന് വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യവും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും സുരക്ഷയ്ക്കായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും നെറ്റ്വർക്ക് ചെക്ക് പോസ്റ്റുകളും സ്ഥാപിക്കും. അതിർത്തികളിൽ ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കും. പ്രശ്നസാധ്യതാ ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തും. KYC ആപ്പിലൂടെ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ലഭ്യമാകും. ക്രിമിനൽ കേസുകളുടെ വിവരങ്ങളടക്കം ലഭ്യമാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.